അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു അപ്രതീക്ഷിത നീക്കം ഇപ്പൊ നടക്കാൻ പോവുകയാണ്. അതായത് ഷോ തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ 2 പേര് പുറത്താകും. ഇതിന് പുറമെ വീക്കിലി നോമിനേഷനിലൂടെയും അതുപോലെ എവിക്ഷൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്താകുന്ന ആരൊക്കെന്ന് അറിയാമോ? അതായത് അനീഷ്, റെനില്, റെന, രേണു സുധി, ശാരിക, അതുപോലെ സരിക, ഇവരിലെ 6 പേരാണ് മിഡ് വീക്ക് എവിക്ഷനിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ 2 പേരാണ് ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനിൽ നിന്ന് പുറത്തു പോകും. എന്തായാലും ചുമ്മാ അങ്ങനെ പുറത്താക്കിയൊന്നുമില്ല, ഒരു ടാസ്ക് വഴിയായിരിക്കും ഈ ഒരു എവിക്ഷൻ നടക്കുക. എന്തായാലും ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് രേണു പറഞ്ഞിട്ടുമുണ്ട്. അതിനെ കാരണമായിട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ആരോഗ്യ പ്രശ്നമാണ് രേണു ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും രേണു സ്വയം തോറ്റ് പിൻവാങ്ങുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ബിഗ് ബോസിന് തുടക്കം മുതലേ രേണു വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല. ടാസ്കുകൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, പല ടാസ്കുകളിലും രേണു ആക്റ്റീവുമായിരുന്നില്ല. ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് വലിയ ഹൈപ്പോടുകൂടി തന്നെയാണ് രേണു ഇതിന് രംഗപ്രവേശം നടത്തിയത്. സോഷ്യൽ മീഡിയയിലൊക്കെ രേണു നിറഞ്ഞു നിന്ന ഒരു സമയം കൂടിയായിരുന്നു. ഈ ഒരു ജനശ്രദ്ധയാണ് ബിഗ് ബോസിലെ രേണുവിന് അവസരം ലഭിക്കാനുള്ള കാരണമായത്. എന്നാൽ ഓൺലൈൻ മീഡിയകളിൽ രേണുവായിരുന്നു താരം. രേണുവിന്റെ ചെറിയ പരാമർശം പോലും ചൂടേറിയ ചർച്ചയായിട്ട് മാറിയിരുന്നു. ഈ ഒരു വിവാദങ്ങൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് വന്നു. പ്രശ്നങ്ങൾക്കിടയിലും ഈ ഒരു ജനശ്രദ്ധ രേണു ആസ്വദിക്കുന്നുമുണ്ടായിരുന്നു. കാരണം നമുക്കറിയാലോ, ഈ ഒരു ഓൺലൈൻ മീഡിയകളിൽ രേണു ആയിരുന്നു പ്രധാന കഥാപാത്രം. എന്നാൽ ബിഗ് ബോസിൽ അതല്ല സാഹചര്യമായിരിക്കുന്നത്. രേണുവിനേക്കാൾ വലിയ കണ്ടന്റ് മേക്കേഴ്സ് ബിഗ് ബോസിൽ തന്നെയുണ്ട്. മിനിറ്റുകൾ വെച്ച് എന്തെങ്കിലും പ്രശ്നമോ ചർച്ചയോ നിരന്തരം ഉണ്ടാകുന്ന മത്സരാർത്ഥികൾ. ഇതിനിടയിൽ പലപ്പോഴും രേണുവിന് സ്ക്രീൻ സ്പേസ് പോലും ലഭിക്കുന്നില്ല. രേണു ബിഗ് ബോസിൽ പ്രയോഗിക്കാൻ ശ്രമിച്ച ഗെയിം മറ്റൊന്നായിരുന്നു എന്നായിരുന്നു പ്രേക്ഷകരുടെ അഭിപ്രായം. അതായത് മരിച്ചുപോയ ഭർത്താവായ കൊല്ലം സുധിയെക്കുറിച്ചും വിധവയായി താൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ച് പ്രേക്ഷകരെ വൈകാരികമായിട്ട് തന്നിലേക്ക് അടുപ്പിക്കാനാണ് രേണു ശ്രമിച്ചതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. എന്നാൽ ഇതിനുള്ള സമയമൊന്നും ഇവിടെ ഇല്ല. കാരണം ഒന്നിന് പുറകെ ഒന്നായിട്ട് ടാസ്കുകളും വഴക്കുകളും പ്രശ്നങ്ങളും തന്നെയാണ് ഈ ഒരു BB ഹൗസിൽ നടക്കുന്നത്. ടാസ്കുകളിൽ വിജയിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും രേണു ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു സാഹചര്യമല്ല ബിഗ് ബോസിൽ ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ രേണുവിന് മനസ്സിലായ സ്ഥിതിക്ക് ഇതുവരെയുള്ള ഒരു ടാസ്കിലും രേണു തിളങ്ങിയിട്ടുമില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ രേണു മുന്നേറും എന്നുള്ള ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയൊരു PR വർക്ക് രേണുവിനും ഉണ്ട്.